ശബരിമല വനമേഖലയിൽ മാവോയിസ്റ്റിന്റെ സാന്നിധ്യം ഉണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? ഇത് പറയുന്നത് ആ പ്രദേശത്തെ പത്തനംതിട്ട വനത്തോട് ചേർന്നുള്ളൊരു പഞ്ചായത്താണ് സീതത്തോട് പഞ്ചായത്ത്. സീതത്തോട് പഞ്ചായത്തിലെ ജനങ്ങളാണ് പറയുന്നത് ഇവിടെ മാവോയിസ്റ്റുകളുടെ സാന്നിധ്യമുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ ആങ്ങാമൂഴി, വല്ലൂപ്പാറ, കൊച്ചുകോയിക്കൽ, ഗുരുനാഥൻ മണ്ണ് തുടങ്ങിയ സ്ഥലങ്ങളിലുള്ള ആളുകൾക്ക് കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ സംശയമുണ്ട്. ആ സംശയം വീണ്ടും ബലപ്പെടുന്നൊരു സംഭവം മെയ് 24-ാം തീയതി ഉണ്ടായി. അപ്പോൾ ഈ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശബരിമല ഇരിക്കുന്ന സ്ഥലം ഉൾപ്പെടുന്ന കാട് പെരിയാർ ടൈഗർ റിസർവിൻ്റെ ഭാഗമാണ്. ഘോരവനമാണ്. ശബരിമലയിലേക്ക് ആളുകൾ പമ്പ മുതൽ അങ്ങോട്ട് കയറി പോകുന്നതുകൊണ്ട് അവിടെ ഒരു മിനി ടൗൺഷിപ്പിൻ്റെ ഭാഗമായി എന്ന് ഒഴിച്ചാൽ ബാക്കിയുള്ള പ്രദേശങ്ങൾ നിബിഡവനമാണ്. ഈ നമ്മൾ ലിറ്ററലി പറയുന്ന ഘോരവനമാണ്. അതിനകത്ത് എന്തൊക്കെയുണ്ട് ആരൊക്കെ ഉണ്ടെന്നൊന്നും അങ്ങനെയൊന്നും അറിയാനൊന്നും പറ്റില്ല. ഫോറസ്റ്റ് ഓഫ് പട്രോളിംഗ് ഒക്കെ നടത്തുന്നുണ്ട്. പിന്നെ മാത്രമല്ല ഈ വനം നേരെ പോയി ചേരുന്ന തമിഴ്നാട് വനമേഖലയായിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ സത്യമംഗലം കാടുകൾ, വീരപ്പനുണ്ടായിരുന്ന സത്യമംഗലം കാടെന്നൊക്കെ പറയുന്നത് നമ്മുടെ കോഴിക്കോട് അല്ല കേരള അതിർത്തിയുമായിട്ട് ചേർന്ന് വയനാട് ഭാഗത്തൊക്കെ ഈ സത്യമംഗലം വനഭൂമി ചെന്ന് ചേരുന്നുണ്ട്. പാലക്കാടിൻ്റെ ജലഭാഗങ്ങൾ ഒക്കെ ഈ സത്യമംഗലം ഫോറസ്റ്റുമായി അടുത്ത ബന്ധമുള്ള വളരെ എളുപ്പത്തിൽ എത്തിച്ചെല്ലാൻ പറ്റുന്ന മേഖലയൊക്കെ ആയിരുന്നു. ഇപ്പോൾ നമ്മൾ ഈ ബന്ദിപ്പൂർ വഴിയുള്ള യാത്ര സത്യമംഗലം കാട് വഴിയൊക്കെയാണ് പോകുന്നത്. സത്യമംഗലം വനമേഖലയുടെ ഭാഗമായി സത്യമംഗലം എന്ന് വെച്ചാൽ ഒരു വലിയ ആയിരക്കണക്കിന് കിലോമീറ്റർ റേഞ്ചിൽ കിടക്കുന്ന ഒരു ഫോറസ്റ്റ് റിസർവാണ് ഈ സത്യമംഗലം എന്നൊക്കെ പറയുന്നത്. അതുപോലെയാണ് ശബരിമലക്കാട് പെരിയാർ ടൈഗർ റിസർവ് എന്ന് പറയുന്നത് അതിവിസ്തൃതമായ ഒരു കാടാണ്. അവിടെ നമുക്ക് ആക്സസ് ഉള്ള മനുഷ്യൻ നിരന്തരം ഇടപെടുന്നൊരു മേഖല ശബരിമലയാണ്. അപ്പോൾ അവിടെ ഈ ശബരിമലയെക്കുറിച്ച് പറയുമ്പോൾ ശബരിമല തന്നെ വലിയൊരു ദുരൂഹമായിരുന്നു. ശബരിമല കാട്ടിൽ നടക്കുന്ന ദുരൂഹമായ ഒരുപാട് ഏർപ്പാടുകളുണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ ശബരിമലയ്ക്ക് തീ വെച്ചത്. ശബരിമല തീവെപ്പിനെ കുറിച്ച് അന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് DIG ആയിരുന്ന K. കേശവമേനോൻ്റെ നേതൃത്വത്തിൽ പുള്ളി മാത്രമേ ഉള്ളൂ. ഏകാംഗ കമ്മീഷനെ സർക്കാർ നിയമിച്ചിരുന്നു. അങ്ങനെ കേശവമേനോൻ ഇത് സംബന്ധിച്ച് ശബരിമല തീ വയ്ക്കുക മാത്രമല്ല ശബരിമല അയ്യപ്പൻ്റെ വിഗ്രഹം തല്ലിപ്പൊട്ടിക്കുകയാണ് ചെയ്തത്. കൈയൊക്കെ ഒടിച്ച് ആ വിഗ്രഹം തകർത്തു. എന്നിട്ട് അതിനുശേഷം പുനഃപ്രതിഷ്ഠ നടത്തിയതാണ് ഇപ്പോൾ കാണുന്ന അയ്യപ്പ വിഗ്രഹം. ഒറിജിനൽ വിഗ്രഹം തകർക്കപ്പെട്ടതാണ്. അപ്പോൾ K. കേശവമേനോൻ DIG ആയിരുന്നു, സ്പെഷ്യൽ ബ്രാഞ്ച് DIG ആയിരുന്ന കേശവമേനോൻ്റെ പേരിൽ കേശവമേനോൻ അന്വേഷണം നടത്തി ഒരു 36 പേജുള്ള റിപ്പോർട്ട് കൊടുത്തത്. ആ റിപ്പോർട്ടിൽ വളരെ വിശദമായി അതുമായി ബന്ധപ്പെട്ട എന്തൊക്കെയാണ് സംഭവിച്ചതെന്നൊക്കെ പറഞ്ഞിരുന്നു. അവിടെയുള്ള ശബരിമല വനഭൂമിയുമായി സമീപത്തുള്ള ചില എസ്റ്റേറ്റ് ഓണർമാരാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. 2 കുടുംബങ്ങളുടെ പേര് പറയുന്നുണ്ട്. അതിൻ്റെ പിന്നിൽ മതപരമായ താല്പര്യം ഉണ്ടായിരുന്നു. അവിടെ ശബരിമലയിലേക്ക് ഹിന്ദുക്കളായ തീർത്ഥാടകർ ഇങ്ങനെ പോകുന്ന ഇഷ്ടപ്പെടാത്ത ഒരു മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് പങ്കുണ്ട് എന്ന തരത്തിൽ തന്നെയാണ് K. കേശവമേനോൻ്റെ റിപ്പോർട്ട് വന്നത്. അങ്ങനെ പക്ഷേ ആ റിപ്പോർട്ട് ഔദ്യോഗികമായി സംസ്ഥാന സർക്കാരും ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല. പക്ഷേ റിപ്പോർട്ടിൻ്റെ കോപ്പിയൊക്കെ പലയിടത്തും ലഭ്യമാണ്. സർക്കാരിൻ്റെ സീലുള്ള റിപ്പോർട്ട്. കാരണം ഈ പോലീസിൽ തന്നെയുള്ള അല്ലെങ്കിൽ സർക്കാരിൽ തന്നെയുള്ള ഹിന്ദുക്കളോട് താല്പര്യമുള്ള അയ്യപ്പനോട് താല്പര്യമുള്ള ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സർക്കാരിൻ്റെ സീലുള്ള DIG കേശവമേനോൻ്റെ സീലുള്ള റിപ്പോർട്ടിൻ്റെ പകർപ്പ് ഒരുപാട് പേരുടെ കയ്യിലുണ്ട്, എൻ്റെ കയ്യിലുണ്ട്. വിശദമായി ഞാനത് വായിച്ചിട്ടുണ്ട് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ അടുത്തിടയ്ക്ക് 2-3 വർഷം മുമ്പ് ഒരു സംഭവം ഉണ്ടായി. കേരളത്തിലെ ഒരു ജില്ലയിലെ ഒരു കുടുംബത്തിലെ ഒരാൾ മറ്റ് 2 പേരെ വെടിവെച്ച് വന്നു. അതോടെ ആ കുടുംബം തന്നെ ഏതാണ്ട് ഇല്ലാതാവുന്ന തരത്തിലേക്ക് വന്നു. ആ കുടുംബത്തിൻ്റെ പേര് ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. അതായത് അയ്യപ്പൻ്റെ വിഗ്രഹം തകർത്ത് ശബരിമലയ്ക്ക് തീവെച്ച ആ കുടുംബത്തിൽപ്പെട്ട ആളുകൾക്ക് പിന്നീട് ഭ്രാന്തായി, ആ കുടുംബം ശിഥിലമായി, കുടുംബത്തിലെ അവസാനത്തെ കണ്ണി 2 പേരെ സ്വയം വെടിവെച്ച് ആത്മഹത്യ ചെയ്യുന്ന തരത്തിലേക്ക് അവസാനിച്ചു. അത് നമ്മൾ ഇത് പറയുമ്പോൾ ഞങ്ങൾക്ക് പത്തനംതിട്ട ശബരിമലക്കാടിനെ കുറിച്ച് പറയുമ്പോഴാണ് ഞാൻ കേശവമേനോൻ റിപ്പോർട്ടിൻ്റെ ഭാഗം ഒന്ന് പരാമർശിച്ചതേ ഉള്ളൂ. നമുക്കൊരിക്കൽ കേശവമേനോൻ കമ്മീഷൻ റിപ്പോർട്ട് വിശദമായി നമുക്ക് നമ്മുടെ ചാനലിൽ നമുക്ക് ചർച്ച ചെയ്യാം, വളരെ വിശദമായി. കാരണം കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് കേരളം ഭരിക്കുന്ന ഇടത് വലത് മുന്നണികൾ മതപ്രീണനം മാത്രം ലക്ഷ്യമാക്കി ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന തീർത്ഥാടന കേന്ദ്രമായ ശബരിമല തീവെപ്പ് മുക്കിയ കഥ ലോകം അറിയേണ്ടതാണ്.
പലർക്കും അറിയാമെങ്കിൽ പോലും ആധികാരികമായി ക്രോണോളജിക്കലി ഓരോ ദിവസവും എന്തെല്ലാം നടന്നു എന്നാണ് കേശവ മേനോൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. നമുക്ക് ഒരു ദിവസം നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യാം, അധികം വൈകാതെ. അത് പ്രേക്ഷകർക്ക് നമ്മൾ കൊടുക്കുന്ന ഉറപ്പാണ്. അപ്പോൾ ഏതായാലും അതേ ശബരിമലക്കാട്ടിലാണ് ഇപ്പോൾ ഉണ്ടാവും. നമ്മൾ നോക്കണം, ഈ മാവോവാദികളെ വലിയ തോതിൽ ഉത്തരാഖണ്ഡിലും ഛത്തീസ്ഗഡിലും ഒക്കെ വേട്ടയാടുന്നു. 2026 മാർച്ച് 31 ആവുമ്പോൾ ഇന്ത്യയിൽ ചുവപ്പ് ഭീകരത ഇല്ലാതാകുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അത് മറ്റ് സംസ്ഥാനങ്ങളിലെ പോലെ വളരെ കേരളത്തിലും ഉണ്ടല്ലോ. കേരളത്തിലും പിണറായി വിജയൻ അത് വലിയ ജാഗ്രതയോടെ, ഇവിടെ CPI-ക്കാർക്ക് മാത്രമേ തോന്നുന്നുള്ളൂ. വയനാട്ടിൽ ഗർഭിണിയായ മാവോയിസ്റ്റിനെ വരെ ആയുധം കയ്യിൽ ഇല്ലാതിരുന്നിട്ടും അവരെ വരെ ശുഭ എന്ന മറ്റാണ് അല്ലേ വെടിവെച്ച് കൊന്നു പിണറായിയുടെ പോലീസ്. അങ്ങനെ ചെയ്താൽ വലിയ തോതിൽ മാവോയിസ്റ്റുകളെ നേരിടാനായിട്ട് വലിയ തോതിൽ കേന്ദ്ര സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പിന് ധനസഹായവും കിട്ടും. ആ പൈസ വാങ്ങിച്ച് പോക്കറ്റിൽ ഇട്ടിട്ടുണ്ട് കേരള സർക്കാർ. അപ്പോൾ ഇപ്പോൾ പത്തനംതിട്ടയിലേക്ക് നമ്മൾ തിരിച്ചു പോകാം. പത്തനംതിട്ടയിലെ സീതത്തോട് പഞ്ചായത്തിലെ ആളുകൾ പറയുന്നത് ഇവിടെ മാവോയിസ്റ്റ് ഉണ്ട്, മാവോയിസ്റ്റുകൾ പുറത്തിറങ്ങുന്നു. അവർ പുറത്തിറങ്ങുന്നത് മഴക്കാലത്താണ്. കാരണം മഴക്കാലത്ത് കഴിഞ്ഞ 2 മഴക്കാല സീസണിലും പത്തനംതിട്ടയിൽ ഈ പറഞ്ഞ പോലെ ആങ്ങാമൊഴി, വല്ലൂപ്പാറ, കൊച്ചു കോയിക്കൽ, ഗുരുനാഥൻ മണ്ണ് തുടങ്ങിയ സ്ഥലങ്ങളിൽ ഒരു വിചിത്രമായ സംഭവം ഉണ്ടായി. ആളുകൾ പുറത്തു പോകുമ്പോൾ അവരുടെ വീടുകളിൽ ചില സംഭവം നടക്കും. അവർ തിരിച്ചു വരുമ്പോൾ കാണുന്നതെന്നറിയാമോ? വീടിനകം മുഴുവൻ അലങ്കോലമായിരിക്കും. ആ വീടിനകത്തു നിന്ന് മോഷണം നടക്കും. എന്തൊക്കെയാണെന്ന് അറിയാം? അരി, പലവ്യഞ്ജനം, ഇങ്ങനത്തെ സാധനങ്ങൾ. സ്വർണ്ണം കൊണ്ടേ കൊണ്ടുപോകത്തില്ല, കാശ് കൊണ്ടുപോകത്തില്ല, വിലപിടിപ്പുള്ള ഒരു വസ്തുവും കൊണ്ടുപോകത്തില്ല. ആകെ അരിയും പലവ്യഞ്ജനവും പാകം ചെയ്ത ഭക്ഷണം ഉണ്ടെങ്കിൽ അത് മാത്രം കൊണ്ടുപോകും. അത് ഒരു സ്ഥലത്തല്ല, ഒരു സ്ഥലത്താണെങ്കിൽ ഏതെങ്കിലും ഒരു കള്ളം കയറി എടുത്തുകൊണ്ട് പോകും. ആങ്ങാമൊഴി, വല്ലൂപ്പാറ, കൊച്ചുകോയിക്കൽ, ഗുരുനാഥൻ മണ്ണ് തുടങ്ങിയ പല സ്ഥലങ്ങളിൽ കഴിഞ്ഞ 2 വർഷവും മഴക്കാലത്ത് ഇത് ആവർത്തിച്ചു. അപ്പോൾ ആരായിരിക്കണം ഈ പലവ്യഞ്ജനങ്ങളും ഭക്ഷ്യവസ്തുക്കളും മാത്രം കടത്തിക്കൊണ്ടു പോകുന്നത്? അതായത് പുറത്തിറങ്ങി ഇത് വാങ്ങാൻ പറ്റാത്ത ആരോ കൊണ്ടുപോകുന്നു. വയനാട് മേഖലയിലൊക്കെ എങ്ങനെയായിരുന്നു? അവിടെ ഇടയ്ക്കിടയ്ക്ക് മാവോയിസ്റ്റുകൾ വരും, തോക്കുമായിട്ട് വന്നിട്ട് അരിത എന്ന് പറഞ്ഞ് അരിയും സാധനവും വാങ്ങിച്ചുകൊണ്ട് പോകും. പക്ഷേ പത്തനംതിട്ടയിൽ ഇത് സംഭവിച്ചിട്ടില്ല. പത്തനംതിട്ടയിൽ ഈ സീതത്തോട് പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിൽ നേരത്തെ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ സംഭവിക്കുന്നത് ആളുകൾ പുറത്തു പോയിട്ട് തിരിച്ചു വരുമ്പോൾ വീടുകളിൽ നിന്ന് ഇതും കഴിഞ്ഞ 2 മൺസൂൺ കാലത്തും 2 മഴക്കാലത്തും സംഭവിച്ചിട്ടുണ്ട്. മെയ് 24-ാം തീയതി വീണ്ടും ആവർത്തിച്ചു. ഈ മെയ് 24-ന് ഒരു കുടുംബം പുറത്തു പോയിട്ട് തിരിച്ചു വന്നപ്പോൾ അവരുടെ വീട്ടിലുണ്ടായിരുന്ന അരി, ഗോതമ്പ് പൊടി, മറ്റു പച്ചക്കറികൾ, പാകം ചെയ്തു വെച്ചിരുന്ന ഭക്ഷ്യധാന്യങ്ങൾ, ഭക്ഷ്യവസ്തുക്കൾ എല്ലാം കൊള്ളയടിക്കപ്പെട്ടിരുന്നു. അവിടെ പണം ഉണ്ടായിരുന്നു, സ്വർണ്ണം ഉണ്ടായിരുന്നു, വിലപിടിപ്പുള്ള മറ്റ് സാധനം ഒന്നും കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ ഈ പണത്തിൻ്റെ ആവശ്യമില്ലാത്ത ഒരാൾ, മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കൾ, സ്വർണം വേണ്ടാത്ത ഒരാൾ, ആകെയുള്ളത് ഭക്ഷ്യവസ്തുക്കളും ഭക്ഷ്യധാന്യങ്ങളും പച്ചക്കറികളും വേണ്ടുന്ന ഒരാളല്ലെങ്കിൽ ഒരു സംഘം ഈ പത്തനംതിട്ട വനമേഖലയിൽ ഉണ്ട് എന്ന് ഉറപ്പിച്ചിട്ടാണ് സീതത്തോട്ടിലെ ആളുകൾ പറയുന്നത്. ഉറപ്പാണ് മാവോയിസ്റ്റുകൾ ഈ കാട്ടിലുണ്ട്. ശബരിമല വനത്തിൽ മാവോവാദികളുണ്ട്. ഈ പത്തനംതിട്ടയിലെ ഈ സീതത്തോടൊക്കെ അടങ്ങുന്ന വനമേഖലയിൽ നിന്ന് ഒരു വർഷം മുമ്പ് വലിയ തോതിൽ ജലാറ്റിൻ സ്റ്റിക്കുകൾ പിടിച്ചത്. അതിനടുത്ത് തന്നെയാണ് പാകിസ്ഥാൻ ഓർഡിനൻസ് ഫാക്ടറി എന്ന് രേഖപ്പെടുത്തിയ വെടിയുണ്ടകൾ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ നമ്മൾ കണക്ട് ചെയ്ത് വായിക്കണം. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ആക്ഷേപം ബന്ധപ്പെടുത്തിക്ക് വളരെ പെട്ടെന്ന് വനം വകുപ്പ് ഒരു വിശദീകരണമായിട്ട് വന്നിട്ടുണ്ട്. അവിടുത്തെ ഗൂഡറിക്കൽ റേഞ്ച് ഓഫീസർ അശോക് AS വന്നിട്ട് പറയുന്നത് അത് അങ്ങനെയൊന്നുമില്ല, ഞങ്ങളിവിടെ പട്രോളിംഗ് ഒക്കെ നടത്തുന്നുണ്ട്, അസ്വാഭാവികമായിട്ട് ഒന്നും കണ്ടിട്ടില്ല. ഈ മോഷണം നടക്കുന്നുണ്ട്, അത് ആളുകൾ പുറത്തു പോകുന്ന എവിടെയെങ്കിലും യാത്രയൊക്കെ പോകുന്നു എന്നുള്ള വീടുകളിൽ മാത്രമാണ് നടക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഏതെല്ലാം വീടുകളിലാണ് ആളുകളില്ല എന്നറിയുന്നു. അവിടെ വന്നിട്ട് കൃത്യമായ ആ വീടുകളിൽ നിന്നാണ് ഈ പലവ്യഞ്ജന വസ്തുക്കളും ഭക്ഷ്യധാന്യങ്ങളും പാകം ചെയ്ത ഭക്ഷണങ്ങളും മോഷണം പോകുന്നത്. അത് ഏതെങ്കിലും ചില വ്യക്തികൾ ചെയ്യുന്നതായിരിക്കാം. ഞങ്ങൾ പട്രോളിംഗ് ഒക്കെ നടത്തുന്നുണ്ടെന്ന് അശോകിൻ്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. പക്ഷേ ആളുകൾക്ക് ആശങ്കയാണ്. ഇത് സംബന്ധിച്ചിപ്പോൾ ചിറ്റാറിൽ സർക്കിൾ ഇൻസ്പെക്ടർ രാജഗോപാലിൻ്റെ ഒരു പ്രതികരണം ഞാൻ കണ്ടു. ചിറ്റാർ രാജഗോപാൽ പറയുന്നത്, ചിറ്റാറിലെ സർക്കിൾ ഇൻസ്പെക്ടർ രാജഗോപാൽ പറയുന്നത്, ഞാൻ മുമ്പ് ഈ സീതത്തോട്ടിലെ ഈ പർട്ടിക്കുലർ പ്രദേശത്തെ പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ കാട് കയറിപ്പോയി. കാട് കയറി ഒരാവശ്യത്തിന് വേണ്ടി കാട്ടിൽ ഫോറസ്റ്റുകാരോടെ പോകുമ്പോൾ ഞാൻ ഒരാളെ കണ്ടിരുന്നു. അയാൾ താമസിക്കുന്നത് കാട്ടിനുള്ളിൽ, ഗുഹയ്ക്കുള്ളിലാണ് താമസിക്കുന്നത്. പക്ഷേ അയാളുടെ ഗുഹയിൽ ചെന്ന് നോക്കുമ്പോൾ അവിടെ നിറയെ ഭക്ഷ്യവസ്തുക്കളും അരിയും സാധനമൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. ഇയാൾ പുറത്തിറങ്ങിയ സാധനം മേടിക്കുന്നതൊന്നും കണ്ടിട്ടുമില്ല. അപ്പോൾ ഒരുപക്ഷെ അന്ന് ഇയാളിപ്പോൾ ചിറ്റാർ CI ആണ് രാജഗോപാൽ പറഞ്ഞത്, ഒരു പക്ഷേ ഞാൻ അന്ന് കണ്ട ആളുണ്ടല്ലോ, ആ ആൾ വന്നിട്ട്
എന്ന് കണ്ടതാണെന്ന് പറയുന്നത്. അദ്ദേഹം ഈ സീതത്തോട് മേഖലയിലെ പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുമ്പോൾ കാട്ടിപ്പോയപ്പോൾ ഇങ്ങനെ ഒരാൾ ഗുഹയ്ക്കകത്തിരിക്കുന്നത് കണ്ടു എന്നാണ് രാജഗോപാൽ പറയുന്നത്. രാജഗോപാൽ അന്ന് കണ്ട ആൾ ഇപ്പോൾ വന്നിട്ട് ഈ പറയുന്ന ആങ്ങാമൂടിയിലും വല്ലൂപ്പാറയിലും കൊച്ചുകോയിക്കലും ഗുരുനാഥൻ മണ്ണിലും ഒക്കെയുള്ള വീടുകളിൽ കയറി ഇതെടുത്തുകൊണ്ട് പോകുന്നതാണ് ആകാം എന്നാണ് രാജഗോപാലിൻ്റെ ഒരു വിശദീകരണം. ഏതായാലും സംഗതി ദുരൂഹമാണ്. നമ്മൾ ഈ ചില അസ്വാഭാവികമായ ചില തിരിച്ചറിയപ്പെടാത്ത ജന്തുക്കൾ വന്ന് വീട്ടുമൃഗങ്ങളെ കൊല്ലുന്നു എന്നൊക്കെ പറയുന്നത് പോലെ അത് എന്തൊക്കെയാണെന്ന് കണ്ടുപിടിച്ചിട്ടില്ല. കുറുക്കനൊക്കെ ആയിരിക്കും. അല്ല, അതിന് വേറെ പ്രശ്നമുണ്ട്. ഈ സീതത്തോട് മേഖലയുടെ അറ്റത്തേക്ക് പോകുമ്പോഴാണ് നമ്മൾ ഈ ഗവി എന്ന് പറയുന്ന പ്രദേശമുള്ളത്. ഈ ഗവി കൂടെ കറങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഈരാറ്റുപേട്ട അതുപോലെ കോട്ടയം ജില്ലയുടെ പല ഭാഗങ്ങളിലേക്ക് എത്താം. ഇതെല്ലാം കൂടെ കണക്ട് ചെയ്യുമ്പോൾ ഈ ഗവിയുടെ പ്രത്യേകത അറിയില്ല. ഗവിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ശ്രീലങ്കൻ അഭയാർത്ഥികളെ കൊണ്ട് പുനരധിവസിപ്പിച്ച സ്ഥലമാണ്. അവരൊക്കെ ഈ വനമേഖലയില്ല. നമുക്ക് പോലും അവർ നിൽക്കുന്ന അവരുടെ അധിവസിക്കുന്ന സ്ഥലത്തേക്ക് കയറാൻ അനുവാദമില്ല. അപ്പൊ നമ്മൾ ടൂറിസ്റ്റ് എന്ന നിലയിൽ നമ്മൾ ഗവി ചെന്നാൽ ഈ ശ്രീലങ്ക രാവിലെ പോയി വൈകുന്നേരം തിരിച്ചു അതിന്റെ ഉള്ളിലേക്ക് കയറാൻ അനുവാദമില്ല നമുക്ക്. അപ്പൊ പല നിയന്ത്രണങ്ങളുണ്ട്. അപ്പൊ ഇവർ ഈ പറയുന്നതിനകത്തുണ്ട്. പിന്നെ ഈ സീതത്തോട് എന്ന് പറയുന്ന ഒരു നിരവധി ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ടുകളൊക്കെ ഉള്ള ഒരു മേഖലയും കൂടെ. അപ്പൊ അതുകൊണ്ട് സർക്കാരിന്റെ ചില ആളുകൾ കൊഴിച്ച് ബാക്കി ആർക്കും പ്രവേശനമില്ല. നമ്മുടെ ഈ മറ്റേ ശബരിമലയിലെ മറ്റേ പൊന്നമ്പലമേട് അവിടെ പോലും നമുക്ക് പ്രവേശനമില്ല. അപ്പൊ അവിടെയും ഇത്തരത്തിലുള്ള ഗോത്ര വിഭാഗക്കാരെന്ന് കരുതുന്ന കുറെ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ എന്തൊക്കെയോ ദുരൂഹത ഈ പത്തനംതിട്ട സീതത്തോട് പഞ്ചായത്തിലെ ഈ പ്രദേശത്തുണ്ടെന്ന് ആളുകൾ കരുതുന്നതിൽ തെറ്റ് പറയാൻ പാടില്ല. അപ്പോൾ അവർ പറയുന്നത് ശബരിമല വനത്തിൽ മാവോയിസ്റ്റുകൾ ഉണ്ട് എന്നാണ് തദ്ദേശവാസികൾ പറയുന്നത്. ഫോറസ്റ്റും പിന്നൊരു CAയും പറയുന്നതിൻ്റെ വെർഷനും കൂടെ കൊടുത്തു. ബാക്കി എന്താണെന്ന് സർക്കാർ കണ്ടെത്തി പറയട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.